മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ 1 കൊരിന്ത്യർ 3:12 1 Corinthians chapter 3:12. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. ഈശോ മിശിഹ എന്ന ആളിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനി. ഈശോയുടെ ഇഷ്ടത്തിന് സ്വയം പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ നാം ക്രിസ്തീയ ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയെ അധികം അറിയുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് നിദാനം. പലരും ആരംഭകാലത്ത് തങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കുന്നതിൽ നിഷ്കർഷ പാലിക്കും. കാലാന്തരത്തിൽ ഭൗതിക നേട്ടങ്ങൾക്കായി ക്രിസ്തീയ ജീവിതത്തെ ഉപേക്ഷിക്കുവാൻ പരീക്ഷിക്കപ്പെടുന്നു. ധനം ഉപയോഗിക്കുവാനും പ്രശസ്തരാകുവാനും ക്രിസ്തീയ പ്രവർത്തന രംഗത്തെ ഉപയോഗിക്കും. നാം ഈ പരീക്ഷയിലൂടെ കടന്നു പോകുന്നവരാണോ? നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭകാലത്ത് കണ്ട ദർശനത്തിനും ബോധ്യത്തിനും വിപരീതമായി പ്രവർത്തിച്ചാൽ നാശമായിരിക്കും ഫലം. ലോത്ത് എബ്രാഹിമിനോട് പറഞ്ഞ വാഗ്ദത്ത നാട്ടിലേക്ക് സർവവും ത്യജിച്ച് യാത്ര ആരംഭിച്ചെങ്കിലും പിൽക്കാലത്ത് പുഷ്ടിയുള്ള പറമ്പുകളും വയലുകളും സ്വന്തമാക്കുവാനായി സോദോം ഗൊമോറ പ്രദേശത്തേക്ക് പോയി. അവസാനം ഒന്നുമില്ലാത്തവനായി ഓടിപ്പോകേണ്ടി വന്നു. ബിലയാം യഹോവയുടെ പ്രവാചകനായി ജീവിതം ആരംഭിച്ചെങ്കിലും ബിലാക്ക് രാജാവിന്റെ പണം നേടുവാനായി ദൈവശബ്ദത്തെ അവഗണിച്ചു. വാസ്തവത്തിൽ പ്രവാചകന്റെ നാശത്തിന് കാരണമായി. ജീവിക്കാൻ പഠിച്ചത് ഇപ്പോഴാണ്. പണമില്ലെങ്കിൽ യാതൊരു ബഹുമാനവും വിലയുമില്ല. അതിനാൽ ഏത് വിധേനയും പണം സമ്പാദിക്കണമെന്ന ചിന്ത നമ്മെയും പിടികൂടാൻ സാധ്യതയുണ്ട്. ഈ ചിന്ത നമ്മെ നാശത്തിലേക്ക് നയിക്കുമെന്ന് നിശ്ചയമാണ്. ദൈവത്തോട് ചേർന്നാരംഭിച്ച ജീവിതം ലൗകികമായ ധനം നേടുവാനായി ഉപയോഗിക്കരുത്. ഈശോയിൽ അടിസ്ഥാനമിട്ട ജീവിതം സൗധത്തിൽ വെള്ളിക്കല്ലുകൾ പണിതാൽ അത് ചേരുകയില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്. എപ്പോഴും എന്നേക്കും. ആമേൻ.